ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ചിലപ്പോൾ ഈ ഒരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി GPS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും. കാരണം എന്താ, നമ്മളുടെ ഫോണിലൊക്കെ നമ്മൾ GPS യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ എന്താണ് GPS എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, XY ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രാഫിൻ്റെ അകത്തൊരു പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക, X ഓർഡിനേറ്റും Y ഓർഡിനേറ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ആ ഗ്രാഫിൻ്റെ അകത്ത് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക അല്ലേ. അതേപോലെ നമ്മൾ സർവേൻ്റെ അകത്ത് നമ്മൾ കോമ്പസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പോയിന്റ്സ്, സ്റ്റേഷൻ പോയിന്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വന്നിരുന്നത് അല്ലേ. ഇനി GPS എന്ന് പറയുമ്പം ഏർത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ഇപ്പം അത് അറിയണമെങ്കിൽ എർത്ത് കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ അറിയണം. ഇപ്പം ഒരു എർത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതാണ് ഒരു എർത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എർത്തിന് ചുറ്റും എന്തുണ്ട്, സെൻറ്ററിൽ എന്താണുള്ളത്, ഇക്വേറ്റർ ഉണ്ട് അല്ലേ. ഇക്വേറ്റർ ഉണ്ട്. അപ്പം പിന്നെ ഒരു ഹൊറിസോണ്ടലായിട്ട് ഇക്വേറ്റർ ഉണ്ട്. വേർട്ടിക്കലായിട്ട് നമുക്ക് എന്താ ഉള്ളത് വെച്ചാൽ ഒരു പ്രൈം മെറീഡിയൻ ആണ് വേർട്ടിക്കലായിട്ടുള്ളത്. ഹൊറിസോണ്ടലായിട്ട് ഒരു ഇക്വേറ്റർ ഉണ്ട്, വേർട്ടിക്കലായിട്ട് ഒരു പ്രൈം മെറീഡിയൻ ഉണ്ട്. പിന്നെ കാണുന്ന ലൈൻസ് ഒക്കെ മെറീഡിയൻസ് ആണ്. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ ഏർത്തിൽ നമ്മൾ ഒരു പോയിന്റ്, ഞാനിപ്പം ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ ബ്ലാക്ക് ഡോട്ടിലാണ് ഞാനിപ്പം നിൽക്കുന്നത്, ഏർത്തിൽ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. സോ എൻ്റെ പൊസിഷൻ അവിടെ എവിടെയാണ്, ഏർത്തിൽ എവിടെയാണ് എൻ്റെ പൊസിഷൻ എന്ന് നമ്മൾക്ക് അറിയില്ല. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇക്വേറ്ററിൽ നിന്ന് ആ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ് എന്ന്. എന്താണ്, ഇക്വേറ്ററിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് നോർത്തിങ്ങും ആവാം സൗത്തിങ്ങും ആവാം. ഇപ്പം ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് അല്ലേ. ഇതിപ്പോൾ നോർത്തിലാണുള്ളത്, ഇക്വേറ്ററിൻ്റെ ഇവിടെ മേലെയല്ലേ, അപ്പോൾ ഇത് നോർത്തിലാണുള്ളത്. അതേപോലെ പ്രൈം മെറീഡിയനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കും. അത് ഈസ്റ്റിങ്ങും ആവാം വെസ്റ്റിങ്ങും ആവാം. ഇതിപ്പോൾ ടുവേർഡ്സ് ഈസ്റ്റ് ആണ് അല്ലേ, ഇത് വെസ്റ്റ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് വെസ്റ്റ്. ഇപ്പോൾ ഈ പോയിന്റ് എവിടെയാണുള്ളത്, ഇത് ഇക്വേറ്ററിന് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം എത്രയാ, ഒരു 39 എടുക്കുക, 39 ഡിഗ്രി. അത് കൂടാതെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, ഈ എർത്ത് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് എല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഗ്രീസിലാണെന്ന് ഓർക്കണം. ഇപ്പം ഇക്വേറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു 39 ഡിഗ്രി ആണ് ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഒരു 39 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ 39 ഡിഗ്രി ഫ്രം ഇക്വേറ്റർ ആൻഡ് 39 ഡിഗ്രി ഫ്രം പ്രൈം മെറീഡിയൻ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കിയിട്ടാണ് നമ്മൾ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ അറിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പൊസിഷനൊക്കെ, നമ്മളുടെ പൊസിഷൻ ഇപ്പം നമ്മൾ ഏർത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എങ്ങനെയാ, നമ്മളുടെ ഫോണിലൊക്കെ GPS ഇല്ലേ. GPS നമുക്കിപ്പോൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫോണിൽ ഉണ്ടാവും, ചിലരുടെ ഫോണിൽ ഉണ്ടാവില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GPS നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡാണ് നോക്കുക. ഈ ഇതിൽ നോക്കിക്കേ, ഇപ്പം ഈ ഫോണിൽ നമ്മൾ പൊസിഷൻ നോക്കുമ്പോൾ 11 ഡിഗ്രി 42.72 നോർത്ത് ആണ് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ്. അതേപോലെ 75 ഡിഗ്രി 37.92 ഈസ്റ്റ് ആണ് ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ്. ഇതാണ് എൻ്റെ പൊസിഷൻ, ഈ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് മൊബൈലിൽ നമ്മൾ നോക്കുന്നത്. അപ്പം എന്താണ് GNSS? ഈ GPS എന്നുള്ള കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, GNSS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. GNSS എന്ന് പറയുന്നത് ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. എന്താണ് ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ, അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണ് നമ്മളുടെ ഏർത്തിന് ചുറ്റും ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ടാവും. ഓരോ സാറ്റലൈറ്റ്സിനും ഓരോ പേർപ്പസാണ്. ഇപ്പോൾ വെതറിങ് സാറ്റലൈറ്റ് ഉണ്ട്. വെതറിങ് സാറ്റലൈറ്റ് എന്ന് പറയുമ്പം വെതറിങ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെതറിങ് സാറ്റലൈറ്റ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നാവിഗേഷണൽ സാറ്റലൈറ്റ് ആണ് അല്ലേ. GNSS അല്ലേ, നാവിഗേഷണൽ സാറ്റലൈറ്റ്, ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. നാവിഗേഷണൽ സാറ്റലൈറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, വെതറിംഗ് സാറ്റലൈറ്റ് വെതറിംഗ് കണ്ടീഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നാവിഗേഷണൽ സാറ്റലൈറ്റ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എർത്തിന് ചുറ്റും ഒരുപാട് നാവിഗേഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ എർത്തിൽ എവിടെയോ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മളെ കയ്യിലൊരു GPS ഉണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റിൽ നിന്നൊക്കെ വരുന്ന സിഗ്നൽസ് ഈ GPS റിസീവ് ചെയ്യും. ഒരു റിസീവർ ഉണ്ടാവും. ആ റിസീവറിൽ റിസീവ് ചെയ്തിട്ട് ഈ സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മളുടെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മളുടെ എർത്ത് ഇതിപ്പോൾ 4 സാറ്റലൈറ്റ്, 4 എന്ത് സാറ്റലൈറ്റ് ആണ്? നാവിഗേഷണൽ സാറ്റലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ എർത്തിൽ ഒരു പൊസിഷൻ അറിയണമെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽസ് എങ്കിലും റിസീവ് ചെയ്യണം ആ റിസീവറിലേക്ക്. ഇപ്പോൾ ഒരു റിസീവർ GPS നമ്മളുടെ കയ്യിലുണ്ട്. എർത്തിൽ നമ്മൾ നിൽക്കുകയാണ്, അവിടെ നമ്മളുടെ കയ്യിൽ ഒരു റിസീവറാണ്, ദാറ്റ് ഇസ് GPS ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇപ്പം ഈ 4 സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽസ് വരും. എന്നിട്ട് സിഗ്നൽസ് എവിടെ റിസീവ് ചെയ്യും? കയ്യിലുള്ള റിസീവറിലേക്ക് റിസീവ് ചെയ്യും. എന്നിട്ട് ഈ 4നും ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഏത് സാറ്റലൈറ്റിൽ നിന്ന് ആ റിസീവറിലേക്ക് വരുന്ന ഒരു ഡിസ്റ്റൻസ്. ഈ സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ D1 ഡിസ്റ്റൻസ് ആണ്, ഇത് D2 ഡിസ്റ്റൻസ്, ഇത് D3 ഡിസ്റ്റൻസ്, D4 ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എല്ലാം എന്ത് ചെയ്യാം? റിസീവറിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ D1 D2 D3 എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വെച്ചിട്ടാണ് ഈ സിഗ്നൽസ് എല്ലാം റിസീവറിൽ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഫൈൻഡ് ചെയ്യുന്നത്. ഇത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എവിടെയാണ് എർത്തിൽ നിൽക്കുന്നത് എന്നുള്ള പൊസിഷൻ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. എർത്തിൽ ഒരു GPS റിസീവർ ഉണ്ട്. ഈ GPS റിസീവറിന് നമുക്ക് മുകളിലുള്ള സാറ്റലൈറ്റ്സിൽ നിന്ന് സിഗ്നൽസ് എല്ലാം GPS റിസീവർ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ? ഡിസ്റ്റൻസ് D1 D2 D3 D4 അങ്ങനെ 4 ഡിസ്റ്റൻസ്, മിനിമം 4 സാറ്റലൈറ്റ് എങ്കിലും വേണമെന്ന് പറഞ്ഞു. ഈ 4 ഡിസ്റ്റൻസും കൂടി നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള പൊസിഷൻ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ ഫുൾ സിസ്റ്റത്തെയാണ്. ഒരു GPS-ൽ നിന്ന് റിസീവർ കയ്യിൽ വെച്ചിട്ട് ചുറ്റുമുള്ള നാവിഗേഷണൽ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽസ് GPS-ലേക്ക് റിസീവ് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എല്ലാം ഫൈൻഡ് ചെയ്ത് നമ്മൾ പൊസിഷൻസ് കണ്ടുപിടിക്കുന്ന ഈ ഫുൾ ടോട്ടൽ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, നാവിഗേഷണൽ സാറ്റലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എർത്തിലുള്ള ഓരോ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ GPS ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റിസീവർ എന്ന് പറഞ്ഞു. ഓരോ കൺട്രി ബേസ് ചെയ്തിട്ട് ഈ നാവിഗേഷണൽ സാറ്റലൈറ്റ് മാറും. ഈ GPS എന്ന് പറയുന്ന റിസീവർ GPS ആരുണ്ടാക്കിയതാണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കിയതാണ് GPS എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഒരുപാട് നാവിഗേഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിൽ ഒരു എന്താ പറയുക, US ഉണ്ടാക്കിയ സാറ്റലൈറ്റ്, അവരുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സാറ്റലൈറ്റാണ് GPS. അതേപോലെ തന്നെ യൂറോപ്യൻ സ്റ്റേറ്റ് വേറെ കൺട്രീസ് ഒക്കെ ഉണ്ടാക്കിയതാണ് ഗലീലിയോ എന്ന് പറയുന്നത്. അതേപോലെ റഷ്യ ഉണ്ടാക്കിയതാണ് ഗ്ലോനസ് എന്ന് പറയുന്നത്. ചൈന ഉണ്ടാക്കിയതാണ് ബീഡോ. ഓക്കെ, അതേപോലെ ഇങ്ങനെ ഓരോ കൺട്രീസ് എന്തുണ്ടാക്കി? ഓരോ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഇന്ത്യ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വന്തം GPS എന്നറിയപ്പെടുന്നതാണ് IRNSS എന്നുള്ളത്. എന്താണ് IRNSS? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇതാണ് IRNSS. ഇത് ഇന്ത്യ ഉണ്ടാക്കിയതാണ്. ഇന്ത്യക്ക് ഉള്ളിലുള്ള പൊസിഷൻസ് എല്ലാം നമുക്ക് അറിയുന്നത് IRNSS വഴിയാണ്. ഇന്ത്യക്ക് ചുറ്റും മാത്രമേ പക്ഷേ ഇത് പറ്റുള്ളൂ. ഇന്ത്യയുടെ ഉള്ളിലും ഇന്ത്യയിൽ നിന്ന് പുറമെ ഒരു 1500 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി അത്രയും ഒരു ഡിസ്റ്റൻസും ഇന്ത്യക്ക് ഉള്ളിലുള്ള ഡിസ്റ്റൻസിലുള്ള പൊസിഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് IRNSS യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ GPS എന്ന് പറയുന്നതൊക്കെ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നതാണ്. വേൾഡിൽ എവിടെ നിൽക്കുകയാണെങ്കിലും നമുക്ക് GPS യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ പൊസിഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് ആരുണ്ടാക്കിയതാണ്? US ഉണ്ടാക്കിയതാണെന്ന് ഓർത്ത് വയ്ക്കാം. സോ ഇത്രയാണ് ബേസ്. എന്താണ് GPS എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് GPS? ആദ്യം നമുക്കൊരു ഗ്ലോബൽ നാവിഗേഷണൽ സിസ്റ്റം ഉണ്ടാവും അല്ലേ? ഒരുപാട് നാവിഗേഷണൽ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഉണ്ടാവും. ഈ നാവിഗേഷണൽ സാറ്റലൈറ്റിൽ നിന്നൊക്കെ സിഗ്നൽസ് എർത്തിലുള്ള
റിസീവറിൽ റിസീവ് ചെയ്യും. GPS ആണെങ്കിൽ റിസീവർ എങ്കിൽ അതിലേക്ക് റിസീവ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും കിട്ടുന്നത്. ഇത് ഫുള്ള് അനലൈസ് ചെയ്യും. ഇത് കിട്ടുന്ന സിഗ്നൽസ് എല്ലാം റിസീവറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസ് എല്ലാം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എർത്തിലുള്ള പൊസിഷൻസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പം GPS എന്ന് പറയുന്നത് US ഉണ്ടാക്കിയ ഒരു സാറ്റലൈറ്റ് ആണ് GPS. അതേപോലെ റഷ്യയും യൂറോപ്യൻ കൺട്രീസും പിന്നെ ഇന്ത്യയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ കൺട്രീസും ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ സാറ്റലൈറ്റ്സും. സോ ഇത്രയാണ് GPS-ഉം GNSS-ഉം ഉള്ള ഒരു ബേസിക് ഐഡിയ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് GPS-ൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.